പ്രിയ വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ്സിലെ ഭൗതികശാസ്ത്രം വിഷയത്തിലെ ഒന്നാമത്തെ അധ്യായമായ ശബ്ദതരംഗങ്ങൾ എന്ന പാഠഭാഗമാണ് നാം ഇന്ന് പഠിക്കുന്നത്. ശബ്ദം എങ്ങനെ ഉണ്ടാകുന്നു, അതെങ്ങനെ സഞ്ചരിക്കുന്നു, തരംഗങ്ങളുടെ വിവിധ സവിശേഷതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ശരി, നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഈ പാഠഭാഗം ആരംഭിക്കുന്നത് ഒരു സ്കൂൾ മൈതാനത്തെ കുട്ടികളും അധ്യാപികയും തമ്മിലുള്ള സംഭാഷണത്തിലൂടെയാണ്. തുടർന്നുള്ള ഭാഗം ഞാൻ വായിക്കാം. ഊഞ്ഞാലാടുന്ന കുട്ടിയുടെ മറുപടിയെ ടീച്ചർ ശരിവച്ചതെന്തുകൊണ്ടായിരിക്കും? വിശദീകരണം: ടീച്ചർ ഒരു ആട്ടം ഓസിലേഷൻ കണക്കാക്കിയത് കൃത്യമായ രീതിയിലായിരിക്കും. ചോദ്യം: ഊഞ്ഞാലാട്ടം എണ്ണേണ്ടതെങ്ങനെയായിരിക്കും? ഉത്തരം: ഒരു നിശ്ചിത സ്ഥാനത്തുനിന്ന് തുടങ്ങി ഇരുവശത്തേക്കും പോയി തിരികെ അതേ സ്ഥാനത്തെത്തുമ്പോഴാണ് ഒരാട്ടം പൂർത്തിയാകുന്നത്. ചോദ്യം: ഊഞ്ഞാലിന്റെ ചലനം ഏതു തരമാണ്? വർത്തുളം ഓർ ദോലനം? ഉത്തരം: ദോലനം. ഊഞ്ഞാലിന്റെ ചലനത്തെ സൂചിപ്പിക്കുന്ന രേഖാചിത്രം നിരീക്ഷിക്കൂ. ചിത്രം 1.1 നിരീക്ഷിച്ചാൽ. ചോദ്യം: ഊഞ്ഞാൽ സ്വതന്ത്ര്യാവസ്ഥയിൽ നിന്ന് ദോലനം ആരംഭിക്കുന്ന സ്ഥാനം തുലനസ്ഥാനം ഏതാണ്? എ ഓർ ഒ ഓർ ബി? ഉത്തരം: ഒ. ഒരു വസ്തു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണല്ലോ ദോലനം, ഓസിലേഷൻ. ചോദ്യം: ചിത്രത്തിൽ തുലനസ്ഥാനത്തുനിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരമെത്ര? 2a ഓർ a/2 ഓർ a? ഉത്തരം: a. തുലനസ്ഥാനത്തുനിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിന്റെ അളവാണ് ആയതി. ഇതിനെ a എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ആയതിയുടെ SI യൂണിറ്റ് മീറ്റർ ആകുന്നു. ചോദ്യം: ഊഞ്ഞാൽ ഒരാട്ടം ദോലനം പൂർത്തിയാക്കുന്നതെപ്പോഴാണ്? ഓയിൽ നിന്ന് എയിലെത്തി തിരികെ ഓയിലെത്തുമ്പോൾ, ഓർ ഓയിൽ നിന്ന് എയിലെത്തി അവിടെ നിന്ന് ബിയിലെത്തി തിരികെ ഓയിലെത്തുമ്പോൾ? ഉത്തരം: ഓയിൽ നിന്ന് എയിലെത്തി അവിടെ നിന്ന് ബിയിലെത്തി തിരികെ ഓയിലെത്തുമ്പോൾ. ഓയിൽ നിന്ന് പുറപ്പെട്ട് ഇരുവശങ്ങളിലേക്കും പോയി തിരികെ ഓയിലെത്തുമ്പോഴാണല്ലോ ഊഞ്ഞാൽ ഒരു ദോലനം പൂർത്തിയാക്കുന്നത്. ചിത്രം 1.1b. അതായത് എവിടെ നിന്ന് ചലനം തുടങ്ങിയോ അതേ ദിശയിൽ അവിടെ തിരിച്ചുവരുന്നതാണ് ഒരു ദോലനം. എയിൽ നിന്നാണ് എണ്ണാൻ തുടങ്ങുന്നതെങ്കിലോ? എയിൽ നിന്ന് ബിയിൽ പോയി തിരികെ എയിലെത്തുമ്പോഴാണ് ഒരു ദോലനം പൂർത്തിയാകുന്നത്. ചിത്രം 1.1c. ചോദ്യം: ദോലന ചലനങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതൂ. ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം. തൂക്കിയിട്ട സ്പ്രിങ്ങിലെ ഭാരത്തിന്റെ ചലനം. ക്ലോക്കിലെ പെൻഡുലം എത്ര ദോലനങ്ങൾ പൂർത്തീകരിക്കുമ്പോഴാണ് ക്ലോക്കിൽ 1 മിനിറ്റ് സമയമാറ്റമുണ്ടാകുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചോദ്യം: 30 ദോലനങ്ങൾക്ക് 1 മിനിറ്റ് സമയമെടുക്കുന്നൊരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കുമെന്ന് കണ്ടെത്താമോ? 30 ദോലനങ്ങൾക്കാവശ്യമായ സമയം 1 മിനിറ്റ് സമം 60 സെക്കൻഡ്. ഒരു ദോലനത്തിനാവശ്യമായ സമയം 60 സെക്കൻഡ് ഹരണം 30 സമം 2 സെക്കൻഡ്. ഒരു ദോലനത്തിനാവശ്യമായ സമയത്തെ പീരിയഡ് എന്നു പറയുന്നു. ഇത് T എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. പീരിയഡ് അളക്കുന്നത് സെക്കൻഡ് എന്ന യൂണിറ്റ് ഉപയോഗിച്ചാണ്. ഇതേ പെൻഡുലം ഒരു സെക്കൻഡിൽ എത്ര ദോലനങ്ങൾ പൂർത്തിയാക്കും എന്ന് കണ്ടെത്തൂ. 1 മിനിറ്റിലെ 60 സെക്കൻഡിലെ ദോലനങ്ങളുടെ എണ്ണം 30. 1 സെക്കൻഡിലെ ദോലനങ്ങളുടെ എണ്ണം 30/60 സമം 1/2 സമം 0.5. 1 സെക്കൻഡിലുണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ആവൃത്തിയുടെ SI യൂണിറ്റ് ഹെർട്സ് HZ ആണ്. ആവൃത്തി സൂചിപ്പിക്കുന്നത് F എന്ന അക്ഷരം കൊണ്ടാണ്. കുറഞ്ഞ ആയതിയിൽ ഒരു പെൻഡുലം ദോലനം ചെയ്യിച്ച് പെൻഡുലത്തിന്റെ പീരിയഡ്, ആവൃത്തി ഇവ കണ്ടെത്തിയോലോ. ഒരു ബോബ് ചരടിൽ കട്ടി സ്റ്റാൻഡിൽ തൂക്കിയിടുക. ഈ സംവിധാനമാണ് സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലം, മീറ്റർ സ്കെയിൽ, സ്റ്റോപ്പ് വാച്ച് ഇവ ഉപയോഗിച്ച് പരീക്ഷണ പ്രവർത്തനത്തിലൂടെ പട്ടിക 1.1 പൂർത്തിയാക്കൂ. ചോദ്യം: പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോൾ ആവൃത്തിയിൽ എന്തു മാറ്റമുണ്ടാകും? ഉത്തരം: കുറയുന്നു. പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. ചോദ്യം: പീരിയഡും ആവൃത്തിയും തമ്മിലുള്ള ബന്ധമെന്താണ്? ഒരു ദോലനത്തിനാവശ്യമായ സമയം T. 1 സെക്കൻഡിലുണ്ടായ ദോലനങ്ങളുടെ എണ്ണം F. ഉത്തരം: ആവൃത്തി F സമം 1/പീരിയഡ് T. പീരിയഡ് കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. ശബ്ദവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾക്ക് ട്യൂണിംഗ് ഫോർക്കുകൾ ഉപയോഗിച്ചിരുന്നില്ലേ? ട്യൂണിംഗ് ഫോർക്കിലെ രേഖപ്പെടുത്തൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിവിധ ട്യൂണിംഗ് ഫോർക്കുകൾ നിരീക്ഷിച്ച്
അവ ഓരോന്നിലെയും രേഖപ്പെടുത്തൽ ഏതൊക്കെയാണെന്ന് യൂണിറ്റ് സഹിതം കുറിക്കൂ. 256 ഹെർട്സ്, 288 ഹെർട്സ്, 480 ഹെർട്സ്, 512 ഹെർട്സ്. ട്യൂണിംഗ് ഫോർക്കിലെ രേഖപ്പെടുത്തലും അതിന്റെ കമ്പനങ്ങളുടെ എണ്ണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉത്തരം അതെ. ട്യൂണിംഗ് ഫോർക്കിലെ രേഖപ്പെടുത്തൽ ആ ട്യൂണിംഗ് ഫോർക്കിന്റെ ആവൃത്തിയെ സൂചിപ്പിക്കുന്നു. അതായത് 256 ഹെർട്സ് എന്ന് രേഖപ്പെടുത്തിയ ട്യൂണിംഗ് ഫോർക്ക് ഒരു സെക്കൻഡിൽ 256 തവണ കമ്പനം ചെയ്യുന്നു. ട്യൂണിംഗ് ഫോർക്കിലെ രേഖപ്പെടുത്തൽ ആ ട്യൂണിംഗ് ഫോർക്കിന്റെ ആവൃത്തിയെ സൂചിപ്പിക്കുന്നു. വ്യത്യസ്ത ആവൃത്തിയുള്ള ട്യൂണിംഗ് ഫോർക്കുകൾ ഒരേ രീതിയിൽ ഉത്തേജിപ്പിച്ച് ശബ്ദം ശ്രവിക്കൂ. വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ടോ? അതെ, ശബ്ദത്തിന്റെ തീക്ഷ്ണതയിൽ പിച്ച് വ്യത്യാസം അനുഭവപ്പെടുന്നു. ആവൃത്തി കൂടുമ്പോൾ ശബ്ദത്തിന് കൂർമ്മത കൂടുന്നു. അവ ഓരോന്നിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ആവൃത്തി ശ്രദ്ധിക്കൂ. ഇവിടെ അനുഭവപ്പെട്ട ശബ്ദവ്യത്യാസത്തിന് കാരണം ആവൃത്തിയിലുള്ള വ്യത്യാസമല്ലേ? അതെ. ഓരോ ട്യൂണിംഗ് ഫോർക്കും സ്വതന്ത്രമായി കമ്പനം ചെയ്യുമ്പോൾ ഒരു സെക്കൻഡിൽ എത്ര തവണ കമ്പനം ചെയ്യുന്നുവെന്ന് ICT സാധ്യത ഓഡിയോ ഫ്രീക്വൻസി കൗണ്ടർ ഉപയോഗപ്പെടുത്തി കണ്ടെത്തൂ. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അതതിന്റെ തനതായ ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയാണ് ആ വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തി, നാച്ചുറൽ ഫ്രീക്വൻസി. ഒരു വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വസ്തുവിന്റെ നീളം, വലുപ്പം, ഇലാസ്റ്റികത, പദാർത്ഥത്തിന്റെ സ്വഭാവം തുടങ്ങിയവ. ഇവയിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റമുണ്ടായാലും സ്വാഭാവിക ആവൃത്തിക്ക് മാറ്റമുണ്ടാകും. എല്ലാ വസ്തുക്കളും സ്വാഭാവിക ആവൃത്തിയിൽ മാത്രമായിരിക്കുമോ കമ്പനം ചെയ്യുന്നത്? ഉത്തരം അല്ല. ഒരു വസ്തുവിനെ മറ്റൊരു കമ്പനം ചെയ്യുന്ന വസ്തുവിന്റെ സ്വാധീനത്താൽ വ്യത്യസ്തമായ ആവൃത്തിയിൽ കമ്പനം ചെയ്യിക്കാൻ സാധിക്കും. പ്രണോദിത കമ്പനവും അനുനാദവും, ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊനൻസ്. മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന മിക്സി പ്രവർത്തിപ്പിക്കുമ്പോൾ മേശയും കമ്പനം ചെയ്യുന്നതായി അനുഭവപ്പെട്ടിട്ടില്ലേ? ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ച് ശ്രവിക്കൂ. ഉത്തേജിപ്പിച്ച ട്യൂണിംഗ് ഫോർക്കിന്റെ തണ്ട് മേശപ്പുറത്ത് വെച്ചപ്പോൾ കേൾക്കുന്ന ശബ്ദത്തിൽ എന്തു മാറ്റമുണ്ടായി? ഉത്തരം ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ കേൾക്കുന്നു. ശബ്ദം ഉച്ചത്തിലായതിന് കാരണമെന്തായിരിക്കും? ട്യൂണിംഗ് ഫോർക്കിനൊപ്പം മേശയും കൂടി കമ്പനം ചെയ്യുന്നതുകൊണ്ട്. ഈ സന്ദർഭത്തിൽ ട്യൂണിംഗ് ഫോർക്കിനൊപ്പം മേശയും കമ്പനം ചെയ്യുന്നതുകൊണ്ടല്ലേ ശബ്ദം ഉച്ചത്തിലായത്? കമ്പനം ചെയ്യുന്ന വസ്തുവിന്റെ പ്രേരണം മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത കമ്പനം, ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ചിത്രം നിരീക്ഷിക്കൂ. ചിത്രം 1.5a. ഏകദേശം 17 സെന്റിമീറ്റർ നീളമുള്ള ഒരേപോലെയുള്ള 3 ഹാക്സോ ബ്ലേഡ് കഷണങ്ങളും ഏകദേശം 13 സെന്റിമീറ്റർ നീളമുള്ള ഒരേപോലെയുള്ള 3 ഹാക്സോ ബ്ലേഡ് കഷണങ്ങളും 2 തടിക്കട്ടകൾക്കിടയിൽ ഉളപ്പിച്ചിരിക്കുന്ന സംവിധാനം ഉപയോഗിച്ച് ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കൂ. ചോദ്യം: എ എന്ന ഹാക്സോ ബ്ലേഡ് വിരൽ കൊണ്ട് തട്ടി ഉത്തേജിപ്പിക്കുക. എന്ത് നിരീക്ഷിക്കുന്നു? എല്ലാ ബ്ലേഡുകളും കമ്പനം ചെയ്യുന്നു ഓർ എ മാത്രം കമ്പനം ചെയ്യുന്നു? ഉത്തരം: എല്ലാ ബ്ലേഡുകളും കമ്പനം ചെയ്യുന്നു. എല്ലാ ബ്ലേഡുകളും ഒരേ ആയതിയിലാണോ കമ്പനം ചെയ്യുന്നത്? അല്ല. കൂടിയ ആയതിയിൽ കമ്പനം ചെയ്തവ ഏതെല്ലാമാണ്? സി, ഇ എന്നിവ. എല്ലാ ബ്ലേഡുകളുടെയും കമ്പനം നിർത്തിയ ശേഷം ബിയെ കമ്പനം ചെയ്യിച്ച് നിരീക്ഷണം സയൻസ് ഡയറിയിൽ എഴുതൂ. നിരീക്ഷണം: ബി എന്ന ബ്ലേഡ് ഉത്തേജിപ്പിക്കുമ്പോൾ എല്ലാ ബ്ലേഡുകളും കമ്പനം ചെയ്യുന്നുണ്ടെങ്കിലും ഡി, എഫ് എന്നീ ബ്ലേഡുകളാണ് കൂടുതലായതിയിൽ ആംപ്ലിറ്റ്യൂഡ് കമ്പനം ചെയ്യുന്നത്. എ എന്ന ഹാക്സോ ബ്ലേഡിനെ കമ്പനം ചെയ്യിച്ചപ്പോൾ സി, ഇ എന്നീ ബ്ലേഡുകൾ കൂടിയായതിയിൽ കമ്പനം ചെയ്തതെന്തുകൊണ്ടായിരിക്കും? ഉത്തരം: സി, ഇ എന്നിവയുടെ സ്വാഭാവിക ആവൃത്തി എയുടെ സ്വാഭാവിക ആവൃത്തിക്ക് തുല്യമായതുകൊണ്ട്. സി, ഇ എന്നിവയുടെ സ്വാഭാവിക ആവൃത്തി എയുടെ സ്വാഭാവിക ആവൃത്തിക്ക് തുല്യമായതുകൊണ്ടാണ് അവ കൂടിയായതിയിൽ കമ്പനം ചെയ്തത്. പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും പ്രേരണം ചെലുത്തുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായാൽ ആ വസ്തുക്കൾ അനുനാദത്തിലാണെന്ന് പറയാം. അനുനാദത്തിന് വിധേയമാകുന്ന വസ്തു പരമാവധി ആയതിയിൽ കമ്പനം ചെയ്യും. ചോദ്യം: ഏകദേശം 50 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ 1.5 ഇഞ്ച് വ്യാസവുമുള്ള PVC പൈപ്പ് പൂർണ്ണമായും ജലത്തിൽ താഴ്ത്തിവെച്ച ശേഷം 512 ഹെർട്സിന്റെ ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ച് പൈപ്പിന്റെ മുകൾ ഭാഗത്ത് പിടിക്കുക. പൈപ്പ് ക്രമമായി ഉയർത്തി പൈപ്പിനുള്ളിലെ വായുയൂപത്തിന്റെ നീളം വ്യത്യാസപ്പെടുത്തുക. ഒരു ഘട്ടമെത്തുമ്പോൾ ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ കേൾക്കുന്നതായി അനുഭവപ്പെടുന്നില്ലേ? ഇതിന്റെ കാരണമെന്തായിരിക്കും? സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തുക. ഉത്തരം:
ഇതിന്റെ കാരണം അനുനാദം അഥവാ റെസനൻസ് ആണ്. വായുയൂപത്തിന്റെ സ്വാഭാവിക ആവൃത്തി ട്യൂണിംഗ് ഫോർക്കിന്റെ ആവൃത്തിക്ക് തുല്യമാകുമ്പോൾ വായു വലിയ ആയാമത്തിൽ കമ്പനം ചെയ്യുകയും ശബ്ദം ഉച്ചത്തിൽ കേൾക്കുകയും ചെയ്യുന്നു. പ്രണോദിത കമ്പനവും അനുനാദവും പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭങ്ങൾ. കുട്ടികളെ, ഞാൻ ഈ ഭാഗം മുഴുവൻ വായിക്കുന്നില്ല. നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. നമുക്ക് അടുത്ത ഭാഗം വായിക്കാം. ചോദ്യം: ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ആവൃത്തി 1 ഹെർട്സാണ്. അതിന്റെ പീരിയഡ് എത്രയാണ്? T = 1/f = 1/1 = 1 സെക്കൻഡ്. ചോദ്യം: ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ 0.5 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ അതിന്റെ ആവൃത്തി എത്ര? F = 1/t = 1/0.5 = 2 ഹെർട്സ്. ചോദ്യം: 512 ഹെർട്സ് ആവൃത്തിയുള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ച് അതിന്റെ തണ്ട് മേശമേൽ അമർത്തിവെക്കുന്നു. ഈ അവസരത്തിൽ മേശ കമ്പനം ചെയ്യുമോ? ഈ പ്രതിഭാസം ഏതു പേരിൽ അറിയപ്പെടുന്നു? അതെ, മേശ കമ്പനം ചെയ്യും. ഈ പ്രതിഭാസം പ്രണോദിത കമ്പനം, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്നറിയപ്പെടുന്നു. 256 ഹെർട്സ് ആവൃത്തിയുള്ള ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യുമ്പോൾ അതിനു ചുറ്റുമുള്ള വായുവും ശബ്ദം കേൾക്കുന്ന വ്യക്തിയുടെ കർണപടവും 1 സെക്കൻഡിൽ 256 തവണ കമ്പനം ചെയ്യുമല്ലോ. ചോദ്യം: ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യുമ്പോൾ അടുത്തുള്ള വായുവിന്റെ കമ്പനം എങ്ങനെയായിരിക്കും? ട്യൂണിംഗ് ഫോർക്കിന്റെ അതേ ആവൃത്തിയിൽ തന്നെയായിരിക്കും വായുവും കമ്പനം ചെയ്യുന്നത്. തരംഗചലനം. ശബ്ദപ്രേഷണവുമായി ബന്ധപ്പെട്ട് സ്കൂൾ ശാസ്ത്ര ക്ലബ്ബിൽ കുട്ടി അവതരിപ്പിച്ച പരീക്ഷണത്തിൽ ഒരു പ്രത്യേക സമയത്ത് കണ്ട ദൃശ്യമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരഗ്രം അടഞ്ഞ നീളമുള്ള സുതാര്യമായ ട്യൂബിൽ ഭാരം കുറഞ്ഞ പേപ്പർ ബോളുകൾ ഇട്ട ശേഷം ട്യൂബിന്റെ സ്വതന്ത്ര അഗ്രത്തിലൂടെ ഉച്ചത്തിലും ഒരേ ആവൃത്തിയിലുമുള്ള ശബ്ദം കടന്നുപോകുമ്പോൾ പേപ്പർ ബോളുകൾ അവയുടെ തുലനസ്ഥാനത്തുനിന്ന് മുന്നോട്ടും പിന്നോട്ടും കമ്പനം ചെയ്യുന്നത് കാണാം. മാത്രമല്ല, ബോളുകൾ രണ്ടാമത്തെ അഗ്രത്തിലേക്ക് നീങ്ങിപ്പോകാതെ ട്യൂബിനുള്ളിൽ ക്രമമായി ഒന്നിടവിട്ട് അടുത്തും അകന്നും കാണപ്പെടുന്നു. എങ്ങനെയായിരിക്കും ഇത് രൂപപ്പെടുന്നത്? ഉത്തരം: ശബ്ദം സഞ്ചരിക്കുമ്പോൾ വായുവിൽ മർദ്ദം കൂടിയ ഭാഗങ്ങളും മർദ്ദം കുറഞ്ഞ ഭാഗങ്ങളും ഒന്നിടവിട്ടുണ്ടാകുന്നു. ഈ മർദ്ദവ്യത്യാസത്തിനനുസരിച്ചാണ് പേപ്പർ ബോളുകൾ അടുത്തും അകന്നും ക്രമീകരിക്കപ്പെടുന്നത്. ഒരു പ്രവർത്തനം ചെയ്തു നോക്കാം. ചിത്രം 1.8a-യിൽ കാണുന്നതുപോലെ മേശപ്പുറത്ത് വെച്ച സ്ലിംഗിയുടെ 2 അഗ്രങ്ങളും വലിച്ചുപിടിക്കുക. ഒരഗ്രത്തിലെ ഏതാനും ചുരുളുകൾ അമർത്തിവിട്ടു നോക്കൂ. സ്ലിംഗിയിൽ രൂപപ്പെടുന്ന വിക്ഷോഭം നിരീക്ഷിക്കൂ. നിരീക്ഷണം: ചുരുളുകൾ അമർത്തിവിടുമ്പോൾ സ്ലിംഗിയിലെ ആ ഭാഗം അടുത്തടുത്ത് വരികയും ആ വിക്ഷോഭം അഥവാ ഡിസ്റ്റർബൻസ് സ്ലിംഗിയുടെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് നീങ്ങിപ്പോകുകയും ചെയ്യുന്നു. ചിത്രം 1.8b-യിൽ കാണുന്നതുപോലെ സ്ലിംഗിയുടെ ഒരഗ്രത്തെ മുന്നോട്ടും പുറകോട്ടും ചലിപ്പിച്ചു നോക്കൂ. എന്ത് നിരീക്ഷിക്കുന്നു? സ്ലിംഗിയിലെ ചില ഭാഗങ്ങൾ അടുത്തടുത്ത് വരുന്നതായും ചില ഭാഗങ്ങൾ അകന്നുപോകുന്നതായും കാണാം. ഈ അസ്വസ്ഥത അഥവാ ഡിസ്റ്റർബൻസ് സ്ലിംഗിയുടെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് നീങ്ങുന്നതായി നിരീക്ഷിക്കാം. സ്ലിംഗിയിലുണ്ടാകുന്ന വിക്ഷോഭങ്ങൾ ഒരഗ്രത്തിൽ നിന്ന് രണ്ടാമത്തെ അഗ്രത്തിലേക്ക് നീങ്ങിപ്പോകുന്നത് കാണുന്നില്ലേ? ഒരഗ്രത്തിൽ രൂപപ്പെടുന്ന വിക്ഷോഭങ്ങളോടൊപ്പം സ്ലിംഗിയിലെ വലയങ്ങൾ രണ്ടാമത്തെ അഗ്രത്തേക്ക് നീങ്ങിപ്പോകുന്നുണ്ടോ? ഇല്ല. കുട്ടികളെ, ഇനി പേജിന്റെ താഴോട്ടു പോയാൽ തരംഗചലനം എന്താണെന്ന് വിവരിക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുക. ഇമ്പോർട്ടന്റ് തന്നെയാണേ. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ചോദ്യം: ഈ തരംഗങ്ങൾക്കെല്ലാം സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുണ്ടോ? പട്ടിക 1.2 അനുയോജ്യമായി പൂർത്തിയാക്കൂ. വൈദ്യുത കാന്തിക തരംഗങ്ങൾ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. റേഡിയോ തരംഗങ്ങൾ, മൈക്രോവേവ്, ഇൻഫ്രാറെഡ് തരംഗങ്ങൾ, ദൃശ്യപ്രകാശം, അൾട്രാവയലറ്റ് കിരണങ്ങൾ, എക്സ് കിരണങ്ങൾ, ഗാമ കിരണങ്ങൾ എന്നിവ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. ഇവയുടെ പ്രേഷണത്തിന് മാധ്യമം ആവശ്യമില്ല. യാന്ത്രിക തരംഗങ്ങൾ. പ്രേഷണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങളാണ് യാന്ത്രിക തരംഗങ്ങൾ. യാന്ത്രിക തരംഗങ്ങൾ പ്രധാനമായും 2 വിധമുണ്ട്: അനുദൈർഘ്യ തരംഗങ്ങളും അനുപ്രസ്ഥ തരംഗങ്ങളും. അനുദൈർഘ്യ തരംഗങ്ങൾ. ചിത്രം 1.8b-യിൽ സ്ലിംഗിയിലെ വലയങ്ങൾ തരംഗം നീങ്ങുന്ന ദിശയ്ക്ക് സമാന്തരമായാണോ ലംബമായാണോ ചലിച്ചത്? ഉത്തരം: സമാന്തരമായാണ്. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ.
ശബ്ദപ്രേഷണത്തിന് മാധ്യമം ആവശ്യമാണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. വായുവിലൂടെ ശബ്ദം പ്രേഷണം ചെയ്യുന്നത് എപ്രകാരമാണെന്ന് നോക്കാം. ചിത്രം നിരീക്ഷിക്കൂ. ചോദ്യം: ചിത്രം 1.9-ൽ ട്യൂണിംഗ് ഫോർക്കിന്റെ ഭുജം തുലനസ്ഥാനത്ത് നിന്ന് എ എന്ന വശത്തേക്ക് ചലിക്കുമ്പോൾ ആ വശത്തുള്ള വായുമർദ്ദം കൂടുന്നോ ഓർ കുറയുന്നോ? ഉത്തരം: കൂടുന്നു. ചോദ്യം: അതേ ഭുജം ബി എന്ന വശത്തേക്ക് ചലിക്കുമ്പോൾ എ എന്ന വശത്തുള്ള വായുമർദ്ദമോ കുറയുന്നു? ട്യൂണിംഗ് ഫോർക്കിന്റെ ഭുജങ്ങൾ തുടർച്ചയായി കമ്പനം ചെയ്യുമ്പോൾ വായുവിൽ മർദ്ദം കൂടിയതും കുറഞ്ഞതുമായ മേഖലകൾ ഇടവിട്ടു രൂപപ്പെടുകയില്ലേ? അതെ. സ്ലിംഗിയിലുണ്ടായ തരംഗവും വായുവിൽ ട്യൂണിംഗ് ഫോർക്കുണ്ടാക്കിയ തരംഗവും താരതമ്യം ചെയ്യുക. ഇവ രണ്ടും അനുദൈർഘ്യ തരംഗങ്ങളാണ്. അനുപ്രസ്ഥ തരംഗങ്ങൾ, ട്രാൻസ്വേഴ്സ് വേവ്സ്. ഒരു പ്രവർത്തനം ചെയ്തു നോക്കൂ. ആണി ഉപയോഗിച്ച് ഒരു സ്പ്രിംഗ് മേശമേൽ കുത്തനെ ഉറപ്പിക്കുക. ഒരു ചരടിന്റെ ഒരഗ്രം സ്പ്രിങ്ങിന്റെ മുകൾ ഭാഗത്തും രണ്ടാമത്തെ അഗ്രം 50 ഗ്രാം തൂക്കക്കെട്ടിയുമായും കെട്ടിയുറപ്പിക്കുക. ചിത്രത്തിൽ കാണുന്നതുപോലെ മേശയുടെ അഗ്രത്തുറപ്പിച്ച കപ്പിയിലൂടെ ചരട് കടത്തിയിടുക. സ്പ്രിംഗ് തുടർച്ചയായി അമർത്തുകയും സ്വതന്ത്രമാക്കുകയും ചെയ്തു നോക്കൂ. എന്തു നിരീക്ഷിക്കുന്നു? ചരടിൽ ശൃംഗങ്ങളും മുകളിലേക്കുള്ള വളവ്, ഗർത്തങ്ങളും താഴേക്കുള്ള വളവ് മാറി മാറി രൂപപ്പെട്ട് തരംഗം മുന്നോട്ടു നീങ്ങുന്നതായി കാണാം. ചോദ്യം: തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ചരടിലെ കണികളുടെ ചലനം എപ്രകാരമാണ്? ലംബമായി. ചോദ്യം: ചരടിലുണ്ടാകുന്ന തരംഗം നീങ്ങുന്ന ദിശയ്ക്ക് സമാന്തരമായാണോ ലംബമായാണോ ചരടിലെ ഓരോ ബിന്ദുവും ചലിക്കുന്നത്? ലംബമായി. ചോദ്യം: ചരടിലെ ബിന്ദുക്കൾ അവയുടെ തുലനസ്ഥാനത്ത് നിന്ന് ലംബമായി മുകളിലേക്കും താഴേക്കും ചലിക്കുന്നതല്ലാതെ അവയ്ക്ക് പരിണിത സ്ഥാനാന്തര ചലനമുണ്ടാകുന്നുണ്ടോ? ഇല്ല. കണികകൾ അവയുടെ സ്ഥാനത്ത് നിന്ന് മുകളിലേക്കും താഴേക്കും ചലിക്കുക മാത്രമാണ് ചെയ്യുന്നത്. തരംഗത്തോടൊപ്പം നീങ്ങുന്നില്ല. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ. ചിത്രം 1.10-ബിയിലെ അനുപ്രസ്ഥ തരംഗരൂപം നിരീക്ഷിക്കൂ. അനുപ്രസ്ഥ തരംഗങ്ങളിൽ തുലനസ്ഥാനത്ത് നിന്ന് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് ശൃംഗങ്ങൾ, ക്രെസ്റ്റ്സ്. ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് ഗർത്തങ്ങൾ, ട്രഫ്സ്. ശൃംഗി മേശപ്പുറത്ത് വെച്ച ശേഷം അതിന്റെ 2 അഗ്രങ്ങളും വലിച്ചുപിടിക്കുക. സ്ലിംഗിയുടെ ഒരഗ്രത്തിൽ പിടിച്ച് സ്ലിംഗിയെ ഇരുവശങ്ങളിലേക്കും ചലിപ്പിക്കുക. ചിത്രം 1.10-സി. ചോദ്യം: സ്ലിംഗിയിലുണ്ടായ തരംഗരൂപത്തിന് സമാന്തരമായാണോ ലംബമായാണോ വലയങ്ങൾ ചലിക്കുന്നത്? ലംബമായി. ചോദ്യം: സ്ലിംഗിയിലുണ്ടായത് ഏതു തരം തരംഗരൂപമാണ്? അനുപ്രസ്ഥ തരംഗം, ട്രാൻസ്വേഴ്സ് വേവ്. വൈദ്യുതകാന്തിക തരംഗങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങളാണ്. അനുപ്രസ്ഥ തരംഗം, അനുദൈർഘ്യ തരംഗം എന്നിവയുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകതകൾ ചുവടെ നൽകിയിരിക്കുന്നു. അവയെ തരംതിരിച്ച് പട്ടിക പൂർത്തിയാക്കുക. കുട്ടികളെ ഞാനിവിടെ പൂരിപ്പിച്ചു കാണിക്കാം. ചോദ്യം: തരംഗങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും? ഉത്തരം: ആയതി, ആവൃത്തി, പീരിയഡ്, തരംഗവേഗം, തരംഗദൈർഘ്യം. ആയതി, ആംപ്ലിറ്റ്യൂഡ്. തരംഗത്തിലെ ഒരു കണികയുടെ സ്ഥാനാന്തര സമയഗ്രാഫ് ചിത്രീകരിച്ചിരിക്കുന്നു. ചിത്രം 1.11. ചോദ്യം: ചിത്രത്തിൽ തരംഗത്തിന്റെ തുലനസ്ഥാനത്ത് നിന്ന് ഏറ്റവും കൂടിയ സ്ഥാനാന്തരമുള്ള ബിന്ദുക്കൾ ഏതൊക്കെയാണ്? ഉത്തരം: എ, സി, ഇ. ചോദ്യം: ചിത്രത്തിലെ തരംഗത്തിന്റെ ആയതി എത്ര? ഉത്തരം: 2 സെന്റിമീറ്റർ. ഗ്രാഫിലെ വൈ അക്ഷത്തിൽ തുലനസ്ഥാനത്ത് നിന്ന് മുകളിലേക്കുള്ള പരമാവധി അകലം. പീരിയഡ്. പീരിയഡ്. തരംഗചലനത്തിൽ ഒരു കണികയുടെ പൂർണ്ണമായ ഒരു ദോലനമാണ് ഒരു സൈക്കിൾ. ചിത്രം 1.12. ചോദ്യം: ചിത്രം 1.11-ൽ മാധ്യമത്തിലെ കണിക ഒരു കമ്പനം സൈക്കിൾ പൂർത്തിയാക്കാനെടുക്കുന്ന സമയം എത്രയാണ്? ഉത്തരം: 1 സെക്കൻഡ്. ഒ മുതൽ ഡി വരെയുള്ള ഭാഗമാണ് ഒരു സൈക്കിൾ. ചോദ്യം: ചിത്രത്തിലെ തരംഗത്തിന്റെ പീരിയഡ് എത്ര? ഉത്തരം: 1 സെക്കൻഡ്. ആവൃത്തി, ഫ്രീക്വൻസി. ഒരു ബിന്ദുവിലൂടെ 1 സെക്കൻഡിൽ കടന്നുപോകുന്ന സൈക്കിളുകളുടെ എണ്ണമാണല്ലോ തരംഗത്തിന്റെ ആവൃത്തി. ചോദ്യം: ചിത്രം 1.11-ൽ തരംഗം ഒയിൽ നിന്ന് ഡിയിലെത്താൻ 1 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ തരംഗത്തിന്റെ ആവൃത്തി കണ്ടെത്തൂ. ഉത്തരം: 1 ഹെർട്സ്. തരംഗദൈർഘ്യം, വേവ് ലെങ്ത്. കുട്ടികളെ,
ഈ ഭാഗം നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ചോദ്യം: ചിത്രം 1.13 എയിൽ എ എന്ന കണികയുമായി സമാന കമ്പനാവസ്ഥയിലുള്ള കണിക ഏത്? ഉത്തരം: ഇ. ചോദ്യം: പിയുമായോ? ഉത്തരം: ക്യു. ചോദ്യം: ബിയുമായോ? ഉത്തരം: എഫ്. ചോദ്യം: ചിത്രം 1.13 ബിയിൽ തരംഗദൈർഘ്യത്തെ ലാംഡയെ സൂചിപ്പിക്കുന്നത് ഏത്? ഉത്തരം: ആർ. ചോദ്യം: ഇവിടെ CR സൂചിപ്പിക്കുന്നത് λ/2. കുട്ടികളെ, ഇനി അടുത്തത് തരംഗവേഗം. ഒരു തരംഗം 2 സെക്കൻഡിൽ 700 മീറ്റർ സഞ്ചരിക്കുന്നുവെങ്കിൽ തരംഗവേഗം എത്രയാണ്? 350 മീറ്റർ/സെക്കൻഡ്. ആവൃത്തിയും തരംഗദൈർഘ്യവും തമ്മിൽ ബന്ധമുണ്ടാ? അതെ, ഇവ രണ്ടും വിപരീതാനുപാതത്തിലാണ്. സ്ലിംഗി മേശപ്പുറത്ത് വെച്ച ശേഷം 2 അഗ്രങ്ങളും വലിച്ചുപിടിക്കുക. സ്ലിംഗിയുടെ ഒരു അഗ്രത്തെ ഇരുവശങ്ങളിലേക്കും ചലിപ്പിച്ച് അനുപ്രസ്ഥ തരംഗരൂപം സൃഷ്ടിക്കുക. തുടർന്ന് ഇരുവശത്തേക്കുമുള്ള ചലനത്തിന്റെ ആവൃത്തി വർദ്ധിപ്പിക്കുക. സ്ലിംഗിയിൽ സൃഷ്ടിച്ച തരംഗരൂപത്തിന്റെ ആവൃത്തിയിലും തരംഗദൈർഘ്യത്തിലുമുണ്ടാകുന്ന മാറ്റം നിരീക്ഷിക്കൂ. ഒരു തരംഗത്തെ സംബന്ധിച്ച് അതിന്റെ ആവൃത്തി വ്യത്യാസപ്പെടുത്തിയാൽ തരംഗദൈർഘ്യത്തിന് മാറ്റമുണ്ടാകുമോ? ഉത്തരം: അതെ, ആവൃത്തി വർദ്ധിക്കുമ്പോൾ തരംഗദൈർഘ്യം കുറയുന്നു. ഒരു മാധ്യമത്തിലൂടെ ഒരേ സമയ ഇടവേളകളിലുണ്ടായ ഒരേ ആയതിയുള്ള 2 തരംഗങ്ങളുടെ ചിത്രീകരണം നൽകിയിരിക്കുന്നു. ചിത്രം 1.14. ചോദ്യം: ചിത്രം 1.14 എയിലെ തരംഗത്തിന്റെ തരംഗദൈർഘ്യം എത്ര? 4 മീറ്റർ. ചോദ്യം: ചിത്രം 1.14 ബിയിലെ തരംഗത്തിന്റെ തരംഗദൈർഘ്യം കണ്ടെത്തുക. 2 മീറ്റർ. ചോദ്യം: 2 തരംഗങ്ങളും ഇത്രയും ദൂരം 12 മീറ്റർ സഞ്ചരിക്കാൻ 1 സെക്കൻഡ് എടുത്തുവെങ്കിൽ ചിത്രം 1.14 എയിലെ തരംഗത്തിന്റെ ആവൃത്തി എത്രയാണ്? ഉത്തരം: 3 ഹെർട്സ്. ചിത്രം 1.14 ബിയിലെ തരംഗത്തിന്റെ ആവൃത്തി എത്ര? ഉത്തരം: 6 ഹെർട്സ്. ഏത് തരംഗത്തിനാണ് തരംഗദൈർഘ്യം കൂടുതൽ? ഉത്തരം: ചിത്രം 1.14 എയിലെ തരംഗത്തിന്. ആവൃത്തി കൂടിയ തരംഗമേത്? ഉത്തരം: ചിത്രം 1.14 ബിയിലെ തരംഗത്തിന്. തരംഗദൈർഘ്യവും ആവൃത്തിയും തമ്മിലുള്ള ബന്ധമെന്താണ്? ഉത്തരം: തരംഗവേഗം സ്ഥിരമാണെങ്കിൽ ആവൃത്തിയും തരംഗദൈർഘ്യവും വിപരീതാനുപാതത്തിലായിരിക്കും. എഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ. 2 തരംഗങ്ങളും 12 മീറ്റർ ദൂരം സഞ്ചരിക്കാനെടുത്ത സമയം തുല്യമാണല്ലോ. അപ്പോൾ തരംഗവേഗം തുല്യമല്ലേ? അതെ. വേഗം സ്ഥിരമായിരിക്കുമ്പോൾ തരംഗത്തിന്റെ ആവൃത്തി തരംഗദൈർഘ്യത്തിന് വിപരീതാനുപാതത്തിലായിരിക്കും. എഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ. തരംഗവേഗം, ആവൃത്തി, തരംഗദൈർഘ്യം ഇവ തമ്മിലുള്ള ബന്ധം. ചിത്രം 1.15 വിശകലനം ചെയ്ത് ചുവടെ നൽകിയ ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ചോദ്യം: തരംഗദൈർഘ്യം ലാംഡ എത്രയാണ്? ഉത്തരം: ഗ്രാഫ് പ്രകാരം ഒരു പൂർണ്ണ തരംഗത്തിന്റെ നീളം 2 മീറ്റർ ആണ്. ചോദ്യം: ഒയിൽ നിന്ന് എയിലെത്താൻ 1 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ ആവൃത്തി എത്ര? ഉത്തരം: ഒ മുതൽ എ വരെ ചിത്രത്തിൽ 3 പൂർണ്ണ തരംഗങ്ങളുണ്ട്. 1 സെക്കൻഡിലുണ്ടാകുന്ന തരംഗങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. അതിനാൽ ആവൃത്തി 3 ഹെർട്സ് ആണ്. ചോദ്യം: 1 സെക്കൻഡിൽ തരംഗം സഞ്ചരിച്ച ദൂരമല്ലേ തരംഗവേഗം? തരംഗവേഗം v എത്രയാണ്? ഉത്തരം: 1 സെക്കൻഡിൽ തരംഗം ഒ മുതൽ എ വരെ, അതായത് 6 മീറ്റർ സഞ്ചരിക്കുന്നു. അതിനാൽ തരംഗവേഗം 6 മീറ്റർ/സെക്കൻഡ് ആണ്. ചോദ്യം: തരംഗദൈർഘ്യം, ആവൃത്തി, തരംഗവേഗം ഇവ തമ്മിലുള്ള ബന്ധമെന്താണ് എന്ന് കണ്ടെത്തൂ. ഉത്തരം: ആവൃത്തിയുടെയും തരംഗദൈർഘ്യത്തിന്റെയും ഗുണനഫലമായിരിക്കും തരംഗവേഗം. സമവാക്യം: v = f ലാംഡ. തരംഗത്തിലെ കണികകളുടെ ഒരു പ്രത്യേക സമയത്തെ അവസ്ഥയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എ. ചിത്രത്തിൽ എത്ര ശൃംഗങ്ങളുണ്ട്? 3. ബി. എത്ര ഗർത്തങ്ങളുണ്ട്? 3. സി. തരംഗദൈർഘ്യമെത്ര? 8 മീറ്റർ. വായുവിൽ 350 മീറ്റർ/സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു അനുദൈർഘ്യ തരംഗത്തിന്റെ ആവൃത്തി 35 ഹെർട്സ് എങ്കിൽ എ. ഈ തരംഗത്തിന്റെ അടുത്തടുത്ത 2 ഉച്ചമർദ്ദമേഖലകൾ തമ്മിലുള്ള അകലം എത്രയാണ്? 10 മീറ്റർ. ബി. അടുത്തടുത്ത 2 നീച്ചമർദ്ദമേഖലകൾ തമ്മിലുള്ള അകലമോ? 10 മീറ്റർ. 175 ഹെർട്സ് ആവൃത്തിയുള്ള ശബ്ദതരംഗത്തിന്റെ തരംഗദൈർഘ്യം 2 മീറ്ററാണ്. ശബ്ദവേഗം കണക്കാക്കുക. ഉത്തരം:
350 മീറ്റർ/സെക്കൻഡ്. ശബ്ദവും പ്രകാശവും തരംഗങ്ങളാണല്ല. പ്രകാശം പ്രതിപദിക്കുമല്ലോ, ശബ്ദവും പ്രതിപദിക്കുമോ? അതെ. ശബ്ദത്തിന്റെ പ്രതിപതനം. കുട്ടികളെ, ഈ ഭാഗം നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഞാനിനി ചോദ്യഭാഗങ്ങളാണ് പ്രത്യേകിച്ചും വായിക്കുന്നത്. വീഡിയോ ലെങ്ത് കൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ക്ഷമിക്കണം. ചോദ്യം: പ്രതിപദിച്ചു വരുന്ന ശബ്ദത്തിന്റെ ഉച്ചത കുറയുന്നതായി അനുഭവപ്പെടുന്നില്ലേ? കാരണം എന്തായിരിക്കും? ഉത്തരം: അതെ, പരുപരുത്ത പ്രതലങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രതിപദിച്ചു വരുന്ന ശബ്ദത്തിന്റെ ഉച്ചത കുറയുന്നതായി അനുഭവപ്പെടും. അതായത് മിനുസമുള്ള പ്രതലങ്ങൾ നന്നായി പ്രതിപദിപ്പിക്കും. ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനം. ചോദ്യം: സ്രോതസ്സിൽ നിന്നുള്ള ശബ്ദം എപ്പോഴും നേരിട്ടു മാത്രമാണോ ശ്രോതാവിലേക്കെത്തുന്നത്? ഉത്തരം: അല്ല, സ്രോതസ്സിൽ നിന്നുള്ള ശബ്ദം നേരിട്ടും ഭിത്തികളിലും മറ്റു പ്രതലങ്ങളിലും തട്ടി പ്രതിപദിച്ചും ശ്രോതാവിലേക്കെത്തുന്നു. പ്രതിധ്വനി. കുട്ടികളെ, ഈ ഭാഗവും ഇമ്പോർട്ടന്റ് തന്നെയാണ്. ആദ്യ ശബ്ദം ശ്രവിച്ചതിനു ശേഷം അതേ ശബ്ദം പ്രതിപദിച്ച് വീണ്ടും കേൾക്കുന്നതാണ് പ്രതിധ്വനി. ചെറിയ മുറിക്കുള്ളിൽ പ്രതിധ്വനി കേൾക്കാത്തതെന്തുകൊണ്ടായിരിക്കും? ഉത്തരം: പ്രതിധ്വനി വ്യക്തമായി കേൾക്കണമെങ്കിൽ ആദ്യ ശബ്ദവും പ്രതിപദിച്ചു വരുന്ന ശബ്ദവും തമ്മിൽ കുറഞ്ഞത് 0.1 സെക്കൻഡ് സമയവ്യത്യാസമുണ്ടായിരിക്കണം. ചെറിയ മുറികളിൽ ശബ്ദം പ്രതിപദിച്ചു വരാൻ ഈ സമയമെടുക്കാത്തതിനാലാണ് പ്രതിധ്വനി കേൾക്കാത്തത്. ആദ്യ ശബ്ദം ശ്രവിച്ച് ചുരുങ്ങിയത് എത്ര സമയം കഴിഞ്ഞാലാണ് പ്രതിധ്വനി വ്യക്തമായി കേൾക്കാൻ കഴിയുക? ഉത്തരം: 0.1 സെക്കൻഡ്. ഒരു കതിനവെടി പൊട്ടുന്നതിന്റെ പ്രതിധ്വനി 1 സെക്കൻഡിന് ശേഷം അത് പൊട്ടിച്ച ആൾ തന്നെ കേൾക്കുന്നു. പ്രതിപതനതലം എത്ര അകലെയായിരിക്കും? ഉത്തരം: 175 മീറ്റർ. ജലത്തിനുള്ളിൽ വെച്ച് പ്രതിധ്വനി കേൾക്കണമെങ്കിൽ സ്രോതസ്സും പ്രതിപതനതലവും തമ്മിൽ ചുരുങ്ങിയത് എത്ര അകലമുണ്ടായിരിക്കണം? ഉത്തരം: 74 മീറ്റർ. ഒഴിഞ്ഞ മുറിയിൽ നിന്നും ശബ്ദമുണ്ടാക്കിയാൽ മുഴക്കം അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? ഉത്തരം: അനുരണനം. ഇനി അനുരണനം എന്താണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഭാഗവും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഒരു ശബ്ദമുണ്ടായതിനു ശേഷം ആവർത്തന പ്രതിപതനത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതും മെല്ലെ കുറയുന്നതുമായ മുഴക്കമാണ് അനുരണനം. ചോദ്യം: സിനിമാ തിയേറ്റർ പോലുള്ള വലിയ ഹാളുകളുടെ ചുമരുകൾ പരുക്കനാക്കിയിരിക്കുന്നത് എന്തിനാണ്? അനുരണനം കുറയ്ക്കുന്നതിനും ശബ്ദത്തിന്റെ അമിതമായ പ്രതിപതനം തടഞ്ഞ് വ്യക്തത ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ്. കേൾവിശക്തിയുള്ള ഒരാൾക്ക് എല്ലാ ശബ്ദവും കേൾക്കാൻ സാധിക്കുമോ? ഇല്ല. ശ്രവണപരിധി. ചോദ്യം: ഗാൾട്ടൺ വിസിലിന്റെ ശബ്ദം മനുഷ്യന് കേൾക്കാൻ സാധിക്കുമോ? ഉത്തരം: ഇല്ല. കാരണം ഇത് മനുഷ്യന്റെ ശ്രവണപരിധിയായ 20,000 ഹെർട്സിന് മുകളിലാണ്. എന്നാൽ നായ്ക്കൾക്കിത് കേൾക്കാൻ സാധിക്കും. അൾട്രാസോണിക് തരംഗങ്ങൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ. വൈദ്യശാസ്ത്രരംഗത്ത് വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചുകളയാൻ. ഫിസിയോതെറാപ്പിയിൽ അൾട്രാസോണോഗ്രാഫി. ആന്തരിക അവയവങ്ങളുടെ വൃക്ക, കരൾ, ഗർഭപാത്രം തുടങ്ങിയവയുടെ പ്രതീകം രൂപപ്പെടുത്താൻ. വ്യവസായ രംഗത്ത് സർപ്പിളാകൃതിയുള്ള കുഴലുകൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ എന്നിവ വൃത്തിയാക്കാൻ. സോണാർ. കടലിന്റെ ആഴമളക്കാനും കടലിനടിയിലുള്ള വസ്തുക്കളിലേക്കുള്ള ദൂരം കണ്ടെത്താനും ഉപയോഗിക്കുന്നു. ചോദ്യം: ജലോപരിതലത്തിലുള്ള ഒരു കപ്പലിലെ സോണാറിന്റെ ട്രാൻസ്മിറ്ററിൽ നിന്ന് പുറപ്പെടുന്ന അൾട്രാസോണിക് തരംഗം കടലിന്റെ അടിത്തട്ടിലുള്ള പാറക്കെട്ടിൽ തട്ടി 0.2 സെക്കൻഡ് സമയത്തിനു ശേഷം തിരിച്ചെത്തുന്നു. എങ്കിൽ കപ്പലിൽ നിന്ന് പാറക്കെട്ടിലേക്കുള്ള അകലം എത്ര? അൾട്രാസോണിക് തരംഗങ്ങളുടെ കടൽ ജലത്തിലെ വേഗം 1522 മീറ്റർ/സെക്കൻഡായി പരിഗണിക്കുക. ഉത്തരം: 152.2 മീറ്റർ. തരംഗങ്ങൾ കൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടായിരിക്കുമോ? ഉത്തരം: സിസ്മിക് തരംഗങ്ങളും സുനാമിയും. ഇനി ഇവ എന്താണെന്നാണ് ഈ പാഠഭാഗത്ത് വിശദീകരിക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. സുനാമിയിൽ നിന്ന് രക്ഷ നേടാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. ഞാനിവിടെ ഒരു കുറിപ്പ് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കി എഴുതുമല്ലോ. ഇതോടെ നമ്മുടെ പാഠം പൂർത്തിയായിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.